ഹായ് ഓൾ. DME 2 മൊഡ്യൂൾ 6 ആണ് നമുക്കിനി അടുത്ത് പഠിക്കാനുള്ളത്. മൊഡ്യൂൾ 6-നകത്ത് മെയിനായിട്ട് വരുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡിസൈൻ ഓഫ് IC എൻജിൻ പാർട്സ് ആൻഡ് പ്രഷർ വെസൽസ് ആണ്. അപ്പോൾ ഇതിനകത്ത് സിലബസിനകത്ത് നമുക്കുള്ളത് കണക്റ്റിംഗ് റോഡിൻ്റെ ഡിസൈൻ വരും, പിന്നെ പ്രഷർ വെസൽസ്, അതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പം കണക്റ്റിംഗ് റോഡിൻ്റെ കുറച്ച് മെറ്റീരിയൽസും, കണക്റ്റിംഗ് റോഡ് ഷാങ്ക്, സ്മാൾ ആൻഡ് ബിഗ് ആൻഡ് കണക്റ്റിംഗ് റോഡ് ബോൾട്ട്, ഇനേർഷ്യ, ബെൻഡിങ് സ്ട്രെസ്, പിസ്റ്റൺ, ഇതൊക്കെ നോക്കണം. പിന്നെ പ്രഷർ വെസൽസ് വരുവാണെങ്കിൽ തിൻ സിലിണ്ടർ, തിക്ക് സിലിണ്ടർ ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഓപ്പൺ ആൻഡ് ക്ലോസ്ഡ് സിലിണ്ടർ, അതൊക്കെയാണ് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അതിനകത്ത് ആദ്യമേ കണക്റ്റിംഗ് റോഡ് എന്താണെന്ന് ഉള്ള തിയറി പോർഷൻസൊക്കെ നമുക്ക് നോക്കണം. അപ്പോൾ കണക്റ്റിംഗ് റോഡെന്ന് പറഞ്ഞാൽ നമുക്കറിയായിരിക്കും, IC എഞ്ചിനകത്താണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. IC എഞ്ചിനകത്ത് പിസ്റ്റണും ക്രാങ്ക് ഷാഫ്റ്റും തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഭാഗമാണ് കണക്റ്റിംഗ് റോഡ്. അപ്പോൾ കണക്റ്റിംഗ് റോഡ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്മിറ്റ് മോഷൻ ഫ്രം റെസിപ്രോക്കേറ്റിംഗ് പിസ്റ്റൺ ടു റൊട്ടേറ്റിംഗ് ക്രാങ്ക്. അതായത് പിസ്റ്റൻ്റെ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ, അതായത് റെസിപ്രോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പിസ്റ്റൺ നമുക്ക് ക്രാങ്കിലേക്ക് എത്തിക്കുക, അതിനുവേണ്ടിയാണ് കണക്റ്റിംഗ് റോഡ് ഉപയോഗിക്കുന്നത്. നോർമലി I സെക്ഷൻ ആയിരിക്കും നമ്മുടെ കണക്റ്റിംഗ് റോഡായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് കണക്റ്റിംഗ് റോഡിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ അത് I സെക്ഷൻ, I ഷേപ്പിലുള്ള കട്ടായിരിക്കും, I സെക്ഷൻ ആയിരിക്കും. I സെക്ഷൻ ഈസ് മോസ്റ്റ് കോമൺ ഫോർ ഹൈ സ്പീഡ് എൻജിൻ കണക്റ്റിംഗ് റോഡ്. ഹൈ സ്പീഡ് എൻജിൻ കണക്റ്റിംഗ് റോഡ് I സെക്ഷൻ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ലൈറ്റ്നെസ് ഈസ് എസെൻഷ്യൽ ഇൻ ഓർഡർ ടു കീപ് ദി ഇനേർഷ്യ ഫോഴ്സ് ആസ് സ്മാൾ ആസ് പോസിബിൾ. അപ്പം ഇനേർഷ്യ ഫോഴ്സ് കീപ്പ് ചെയ്യാൻ വേണ്ടി കണക്റ്റിംഗ് റോഡിൻ്റെ വെയിറ്റ് കുറച്ച് ലൈറ്റായിട്ടായിരിക്കും കീപ്പ് ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനാണ് അടുത്തൊരു സെക്ഷൻ. I സെക്ഷൻ ഫുൾഫിൽ ദി മോസ്റ്റ് ഡിസൈറബിൾ കണ്ടീഷൻ ഫോർ കണക്റ്റിംഗ് റോഡ്. അപ്പം ആൻഡ് അത് അഡിക്വേറ്റ് സ്ട്രെങ്ത് ആൻഡ് സ്റ്റിഫ്നെസ് വിത്ത് മിനിമം വെയിറ്റ്. അപ്പോൾ I സെക്ഷൻ നമുക്ക് ആവശ്യമുള്ള രീതിയിലുള്ള കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നൊരു സെക്ഷനാണ്. അപ്പോൾ അതിൻ്റെ സ്റ്റിഫ്നെസ്സും സ്ട്രെങ്തും പിന്നെ മിനിമം വെയിറ്റും ഒക്കെ ആയിരിക്കും. ഇറ്റ് ഓൾസോ പ്രിവെൻറ്റ് ഫെയിലിയർ ഡ്യൂ ടു ബക്ലിംഗ് ലോഡ് പോലുള്ള ഫെയിലിയർ പ്രിവെൻറ്റ് ചെയ്യാനും ഈ I സെക്ഷന് കഴിയും. സോ അതുകൊണ്ടാണ് നമ്മൾ I സെക്ഷനകത്ത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. അതായത് സ്ട്രെങ്ത്, സ്റ്റിഫ്നെസ്, മിനിമം വെയിറ്റ്. ദെൻ കണക്റ്റിംഗ് റോഡ് ഓഫ് ഇൻറ്റേർണൽ കമ്പസ്റ്റർ എഞ്ചിൻ ആർ മോസ്റ്റ്ലി മാനുഫാക്ചർഡ് ബൈ ഡ്രോപ്പ് ഫോർജിങ്. അപ്പോൾ നമുക്ക് ഈ കണക്റ്റിംഗ് റോഡ് മാനുഫാക്ചറിങ് ചെയ്തെടുക്കുന്നത് ഡ്രോപ്പ് ഫോർജിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ് വഴിയാണ്. പിന്നെ അതിനകത്ത് വരുന്നത് ലെങ്ത് ഓഫ് കണക്റ്റിംഗ് റോഡ് L എന്ന് ഡിനോട്ട് ചെയ്യാം. അത് വേരി ഫ്രം 4 to 5 ടൈംസ് ഓഫ് ദി ക്രാങ്ക് റേഡിയസ്. അതായത് ക്രാങ്ക് റേഡിയസിൻ്റെ 4 തൊട്ട് 5 വരെ ടൈംസ് വരെ ആയിരിക്കും അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്, കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ക്രാങ്ക് റേഡിയസ് നമുക്ക് 6 എന്ന് ഡിനോട്ട് ചെയ്യാം. അത് കണ്ടുപിടിക്കുന്നത് ലെങ്ത് ഓഫ് സ്ട്രോക്ക് ബൈ 2. ലെങ്ത് ഓഫ് സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ, പിസ്റ്റൺ TDC to BDC അല്ലെങ്കിൽ BDC to TDCയുടെ ആ ഡിസ്റ്റൻസാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പം ലെങ്ത് ഓഫ് സ്ട്രോക്ക് L/2. അതിൻ്റെ അടുത്ത ഒരു L/6, അതായത് ലെങ്ത് ഓഫ് കണക്റ്റിംഗ് റോഡ് ബൈ ക്രാങ്ക് റേഡിയസ് റേഷ്യോ എന്ന് പറയുന്നത് 4 to 5 ആയിരിക്കും. ഇതൊക്കെ നമ്മൾ തിയറി അറിഞ്ഞിരിക്കണം. ദെൻ മെയിൻ പാർട്സ് ഓഫ് കണക്റ്റിംഗ് റോഡ്. അപ്പോൾ ഈ കണക്റ്റിംഗ് റോഡിൻ്റെ ഒരു ജനറൽ ഡയഗ്രാമാണ് ഈ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നമ്മളെല്ലാവരും കണ്ടു കാണുമായിരിക്കും. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്രോസ് സെക്ഷൻ എടുക്കുമ്പോഴാണ് നമുക്ക് ഈ I സെക്ഷൻ എന്ന് പറയുന്ന ഭാഗം കിട്ടുന്നത്. ഇതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് I സെക്ഷനാണ് ഈ കാണിച്ചേക്കുന്നത്. ഈ കണക്റ്റിംഗ് റോഡിന് മെയിനായിട്ടും കുറച്ച് ഭാഗങ്ങളുണ്ട്. ഇതാണ് സ്മാൾ എൻഡ് എന്ന് പറയുന്നത്, സ്മാൾ എൻഡ്. ഇത് ബിഗ് എൻഡ്. ഈ സ്മാൾ എൻഡിൻ്റെ ഭാഗം വരുന്നത് പിസ്റ്റണിനകത്താണ് കണക്ട് ചെയ്യുന്ന ഭാഗമാണ് സ്മാൾ എൻഡ്. ഈ ബിഗ് എൻഡ് എന്ന് പറയുന്നത് ക്രാങ്ക് ഷാഫ്റ്റിൽ വരുന്ന ഭാഗമാണ് ബിഗ് എൻഡ്. ഇതിന് നടുക്കുള്ള ഈ ഭാഗത്തെ നമുക്ക് ഷാങ്ക് എന്ന് പറയും. ഇതാണ് ഷാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സ്മോൾ എൻഡ് കണക്ട് ചെയ്യുന്നത് പിസ്റ്റണിനകത്തോട്ടാണ്. പിസ്റ്റൺ പിൻ വഴിയാണ് സ്മോൾ എൻഡ് പിസ്റ്റണിനകത്തോട്ട് കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്രാങ്ക് പിൻ വഴിയാണ് ക്രാങ്ക് ഷാഫ്റ്റിനകത്തോട്ട് ഇത് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ ഭാഗം, ഇതിനെ ഇത് ഫിക്സും ഇത് നമുക്ക് റിമൂവ് ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ 2 ബോൾട്ടൊക്കെ ഇട്ട് നമുക്ക് ഊരിയെടുക്കാം. ഈ ക്യാപ്പ് നമുക്ക് ഊരാം. ഇത് ഊരിയിട്ടാണ് നമ്മൾ ക്രാങ്ക് ഷാഫ്റ്റോട്ട് കയറ്റിയിട്ടിട്ട് ഇത് ഫിറ്റ് ചെയ്യുന്നത്. ഈ 2 ബോൾട്ടൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്യും. ഇതൊരു ക്യാപ്പാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ബെയറിംഗ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ ലെങ്ത് എന്ന് പറയുന്നത്, ഈ കണക്റ്റിംഗ് റോഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഈ 2
എൻഡുകളുടെ സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് കണക്റ്റിംഗ് റോഡ് ലെങ്ത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഐ സെക്ഷൻ. ഇത് നമ്മുടെ എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ്, ഇത് ടോട്ടൽ ഹൈറ്റ് ആണ് എച്ച് എന്നിട്ടേക്കുന്നത്. ഇതതിൻ്റെ വേറൊരു വ്യൂറുള്ളൊരു ഡയഗ്രമാണ്. അപ്പോൾ നമുക്ക് ഇത് നോക്കാം. ദ സ്മാൾ എൻഡ് വിച്ച് കണക്ട് ദി കണക്റ്റിംഗ് റോഡ് ടു ദി പിസ്റ്റൺ ത്രൂ പിസ്റ്റൺ പിൻ. സ്മോൾ എൻഡ് പിസ്റ്റണിലേക്ക് കണക്ട് ചെയ്യുന്നു ത്രൂ പിസ്റ്റൺ പിൻ. ഷാങ്ക് എന്ന് പറയുന്നത് ഐ സെക്ഷൻ ആയിരിക്കും. ബിഗ് എൻഡ് എന്ന് പറയുന്നത് നമുക്ക് സ്പ്ലിറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ക്രാങ്ക് പിന്നിനകത്ത് കവർ ചെയ്ത് കിടക്കുന്ന ഭാഗമാണ്. അപ്പോൾ അതാണ് അതിൻ്റെ തിയറി. പിന്നെ ഇതിനകത്ത് സ്ട്രെസ്സുകൾ ഈ കണക്റ്റിംഗ് റോഡിനകത്ത് വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഡയറക്റ്റ് ലോഡ് ഓൺ പിസ്റ്റൺ ഡ്യൂ ടു ഗ്യാസ് പ്രഷർ ആൻഡ് പ്രഷർ ഓഫ് ദി ഇനേർഷ്യ ഓഫ് ദി റെസിപ്രോക്കേറ്റിംഗ് പാർട്ട്. അപ്പോൾ നമ്മുടെ ഈ കണക്റ്റിംഗ് റോഡിനകത്ത് വരുന്ന സ്ട്രെസ് അല്ലെങ്കിൽ ലോഡുകൾ ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഡയറക്റ്റ് ലോഡ്, ഈ ഗ്യാസ് ഈ കമ്പസ്റ്റൻ നടന്നിട്ട് അതിൻ്റെ ഗ്യാസ് പ്രഷർ താഴേക്ക് വരാം. പിന്നെ ആ ഇനേർഷ്യ ഫോഴ്സും കൂടെ, ആ റെസിപ്രോക്കേറ്റിംഗ് പാർട്സിന് ഇനേർഷ്യ ഫോഴ്സും ഈ ക്രാങ്ക് ഷാഫ്റ്റ് കണക്റ്റിംഗ് റോഡിനകത്ത് അപ്ലൈ ആവുന്നുണ്ട്. പിന്നെ അതാണ് എഴുതിയിരിക്കുന്നത്. പിന്നെ ഫ്രിക്ഷൻ ഓഫ് ദി പിസ്റ്റൺ പിൻ ബെയറിംഗ് ആൻഡ് ക്രാങ്ക് പിൻ ബെയറിംഗ്. പിസ്റ്റൺ പിന്നുണ്ട്, ക്രാങ്ക് പിന്നുണ്ട്, അതിൻ്റെയൊക്കെ ഫ്രിക്ഷൻ ഫോഴ്സും ഇതിനകത്ത് വരുന്നു. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിക്ഷൻ ഓഫ് പിസ്റ്റൺ റിങ് ഓഫ് ദി ആൻഡ് പിസ്റ്റണിനകത്ത് നമുക്ക് രണ്ട് ടൈപ്പ് പിസ്റ്റൺ റിങ്സ് ഉണ്ട്. കംപ്രഷൻ റിങ്സും ഉണ്ട്, ഓയിൽ റിങ്സും ഉണ്ട്. അതിൻ്റെ ഫ്രിക്ഷൻ മൂലമുള്ള ഫോഴ്സും ഇതിനകത്ത് അപ്ലൈ ചെയ്യും. അപ്പോൾ അതിനകത്ത് വരുന്ന ഫോഴ്സ് ഏതൊക്കെയാണ്? ഗ്യാസ് പ്രഷറിൻ്റെ ഫോഴ്സ്, ഇനേർഷ്യ ഓഫ് ദി റെസിപ്രോക്കേറ്റിംഗ് പാർട്സിൻ്റെ ഇനേർഷ്യ ഫോഴ്സ് വരും. പിന്നെ ഫ്രിക്ഷൻ വരും. ഏതിൻ്റെയാണ്? പിസ്റ്റൺ ബെയറിങ്ങും പിസ്റ്റൺ പിൻ ബെയറിങ്ങിൻ്റെയും ക്രാങ്ക് പിൻ ബെയറിങ്ങിൻ്റെയും ഫ്രിക്ഷൻ ഫോഴ്സ് വരും. ദെൻ പിസ്റ്റൺ റിങ്സിൻ്റെ ഫ്രിക്ഷനൊക്കെയാണ് ഈ കണക്റ്റിംഗ് റോഡിനകത്ത് ആക്ട് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അടുത്ത ടോപ്പിക്ക് മെയിനായിട്ട് നോക്കാനുള്ളത് കണക്റ്റിംഗ് റോഡ് മെറ്റീരിയൽസ് ആണ്. കണക്റ്റിംഗ് റോഡ് മെറ്റീരിയൽസ് നമുക്ക് മെയിനായിട്ടും മേക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്നത് സ്റ്റീൽ അലോയ് ഉപയോഗിക്കാം, അലൂമിനിയം ഉപയോഗിക്കാം, ടൈറ്റാനിയം ഉപയോഗിക്കാം. അതിൻ്റെ രണ്ട് പേരുകളൊക്കെ നോക്കി വെച്ചേക്കണം. 42 CR ക്രോമിയം, MO എന്ന് പറയുന്നത് മോളിബ്ഡിനമാണ്. 43 CR MO4, അതൊക്കെ അതിൻ്റെ ഒരു പേരുകളാണ്. MO മോളിബ്ഡിനം, CR ക്രോമിയം. ബോത്ത് അലൂമിനിയം ആൻഡ് ടൈറ്റാനിയം ആർ ഓൾസോ യൂസ്ഡ് ഇൻ ദി മാനുഫാക്ചറിങ് ഓഫ് കണക്റ്റിംഗ് റോഡ് ഫോർ പെർഫോമൻസ്. അപ്പം ചില കണക്റ്റിംഗ് റോഡുകൾ ഉണ്ടാക്കാൻ വേണ്ടി അലൂമിനിയവും ടൈറ്റാനിയം ഒക്കെ ഉപയോഗിക്കാറുണ്ട്. മോസ്റ്റ് ഓഫ് ദി കണക്റ്റിംഗ് റോഡ് ആർ മെയ്ഡ് ഓഫ് യൂസിങ് 4340 ബില്ലറ്റ് ഓർ ഫോർജ്ഡ് സ്റ്റീൽ. മോസ്റ്റ് കണക്റ്റിംഗ് റോഡ്സും ഫോർജ്ഡ് സ്റ്റീൽ അല്ലെങ്കിൽ 4340 ബില്ലറ്റ് ഉപയോഗിച്ചാണ് ചെയ്തത്. വിച്ച് ഈസ് ക്രോമിയം മോളിബ്ഡിനം അലോയ് ആണ്. അതിൻ്റെ ഹൈ ടെൻസൈൽ ആൻഡ് കംപ്രസീവ് സ്ട്രെങ്ത് ആയിരിക്കും. അപ്പോൾ ഈ മെറ്റീരിയൽസൊക്കെ എന്താണെന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാം. തിയറിക്കകത്ത് ചിലപ്പോൾ ചോദിക്കും. 1-2 എക്സാമ്പിൾസ് കൂടെ നോക്കി വെക്കണം. ഇതതിൻ്റെ കണക്റ്റിംഗ് റോഡിൻ്റെ ഷാങ്കാണ്. അത് നോക്കുക. പിന്നെ ഇത് ഇൻ കേസ് ഓഫ് ഹൈ സ്പീഡ് എൻജിൻ വെയ്റ്റ് ഓഫ് കണക്റ്റിംഗ് റോഡ് ഷുഡ് ബി സ്മാൾ ആസ് പോസിബിൾ വിത്തൗട്ട് കോംപ്രമൈസിങ് ദി സ്ട്രെങ്ത് സച്ച് ദാറ്റ് ഇനേർഷ്യ ഫോഴ്സ് റിമെയിൻസ് സ്മാൾ. അതായത് ഹൈ സ്പീഡ് എൻജിനകത്തൊക്കെ വരുമ്പോൾ നമ്മുടെ കണക്റ്റിംഗ് റോഡിൻ്റെ വെയിറ്റ് കുറച്ച് വെച്ചേക്കണം. വിത്തൗട്ട് അതിൻ്റെ അതിൻ്റെ സ്ട്രെങ്ത് കുറയാൻ പാടില്ല. ഇനേർഷ്യ ഫോഴ്സ് കുറവായിരിക്കാൻ വേണ്ടിയാണ് വെയിറ്റ് കുറച്ച് വെക്കുന്നത്. By considering the above two aspects, most suitable section for the shank is the I section. അപ്പോൾ ഈ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഐ സെക്ഷനാണ്. അപ്പോൾ നമ്മൾ കണക്റ്റിംഗ് റോഡിനകത്ത് മെയിനായിട്ട് ഉപയോഗിക്കുന്ന കണക്റ്റിംഗ് റോഡിൻ്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഐ സെക്ഷൻ കണക്റ്റിംഗ് റോഡാണ് ഉപയോഗിക്കുന്നത്. When the gas force acts on the connecting rod, it behaves like a strut with both end hinged in plane of rotation and both end fixed in the plane perpendicular to the plane of rotation. അതായത് കണക്റ്റിംഗ് റോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എൻജിൻ വർക്ക് ചെയ്യുമ്പോൾ ഈ പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതനുസരിച്ച് ഇതിനകത്ത് പല പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. കമ്പസ്റ്റിംഗ് പ്രോസസ്സ്, എക്സോസ്റ്റ് പ്രോസസ്സൊക്കെ നടക്കും. അപ്പോൾ ഈ കമ്പസ്റ്റിംഗ് പ്രോസസ്സൊക്കെ നടക്കുമ്പോൾ അതിനകത്ത് ഗ്യാസ് ഫോഴ്സുകളും പ്രഷറുകളൊക്കെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഈ കണക്റ്റിംഗ് റോഡ് എന്ന് പറഞ്ഞാൽ 2 സൈഡിലായിട്ട് ഫിക്സ് ചെയ്തേക്കുന്നതായിട്ടൊക്കെ ആക്ട് ചെയ്യാറുണ്ട്. അതാണ് എഴുതിയേക്കുന്നത്. ദെൻ നമുക്ക് നോക്കാം ക്രാങ്ക് ഷാഫ്റ്റ്. ഐസി എഞ്ചിൻ്റെ വേറൊരു ഭാഗമാണ് ക്രാങ്ക് ഷാഫ്റ്റ്. ക്രാങ്ക് ഷാഫ്റ്റ് നമ്മളെവിടെയാണ് ഉപയോഗിക്കുന്നത്? ക്രാങ്ക് ഷാഫ്റ്റ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? ക്രാങ്ക് ഷാഫ്റ്റ് ആർ യൂസ് ടു കൺവേർട്ട് റോട്ടറി മോഷൻ ഇൻറ്റു റെസിപ്രോക്കേറ്റിംഗ് മോഷൻ ഓർ വൈസ് വേഴ്സ. അതായത് ക്രാങ്ക് ഷാഫ്റ്റ് റോട്ടറി മോഷനെ റെസിപ്രോക്കേറ്റിംഗ് മോഷനാക്കി മാറ്റും, അല്ലെങ്കിൽ
റൊട്ടേറ്റിംഗ് മോഷനെ റെസിപ്രോക്കേറ്റിംഗ് മോഷനെ റോട്ടറി മോഷനായിട്ടും കൺവേർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ്. അപ്പോൾ പിസ്റ്റൺ കണക്ട് റോഡ് വഴി നേരെ കണക്ട് ചെയ്യുന്നത് ക്രാങ്ക് ഷാഫ്റ്റിലോട്ടായിരിക്കും. അപ്പോൾ ഞാൻ 2 ടൈപ്പ് ക്രാങ്ക് ഷാഫ്റ്റൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് ഓവർ ഹങ് ഓർ സൈഡ് ക്രാങ്ക് ഷാഫ്റ്റ്, രണ്ടാമത്തത് സെൻറ്റർ ക്രാങ്ക് ഷാഫ്റ്റ്. ഈ ഓവർ ഹങ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ക്രാങ്ക് പിൻ ഈസ് എ കാൻഡിലിവർ വൈൽ ഇൻ സെൻറ്റർ ക്രാങ്ക് ഷാഫ്റ്റ് ക്രാങ്ക് ഈസ് എ സിംപ്ലി സപ്പോർട്ടഡ് ബീമാണ്. അതാണ് നമ്മുടെ ഡയഗ്രാം. ഇതാണ് 2 ടൈപ്പുണ്ട്, ഓവർ ഹങ് ക്രാങ്ക് ഷാഫ്റ്റ്, സെൻറ്റർ ക്രാങ്ക് ഷാഫ്റ്റ്. അപ്പോൾ ഈ സെൻറ്റർ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ക്രാങ്ക് പിൻ. ഈ ക്രാങ്ക് പിന്നകത്തോട്ടാണ് നമ്മുടെ കണക്റ്റിംഗ് റോഡ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രാങ്ക് പിന്നിനകത്ത് സെൻറ്റർ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ക്രാങ്ക് പിന്നകത്തോട്ട് കണക്ട് റോഡ് കണക്ട് ചെയ്യും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ക്രാങ്ക് വെബാണ്. അപ്പോൾ 2 ക്രാങ്ക് വെബ് അപ്പുറത്തും ഇപ്പുറത്തും കാണും. നടുക്ക് നമുക്ക് ക്രാങ്ക് പിന്നും കാണും. ഇവിടെയാണ് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ നമ്മുടെ കണക്റ്റിംഗ് റോഡ് കണക്ട് ചെയ്യുന്നത്. പിസ്റ്റൺ വരുന്ന ഭാഗം ഇവിടെ ആയിരിക്കും. ഇത് അതിൻ്റെ ബെയറിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അടുത്ത ഓവർ ഹങ് അല്ലെങ്കിൽ സൈഡ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതെൻ്റെ ക്രാങ്ക് വെബാണ്. ഇതിൻ്റെ ഒരു സൈഡിലായിരിക്കും കണക്റ്റിംഗ് പിന്ന് അല്ലെങ്കിൽ ക്രാങ്ക് പിൻ ഉണ്ടാകുന്നത്. ഇവിടെയാണ് നമ്മുടെ ക്രാങ്ക് ഷാഫ്റ്റ് അല്ലെങ്കിൽ കണക്റ്റിംഗ് റോഡ് കണക്ട് ചെയ്യുന്നത്. ദെൻ പിസ്റ്റൺ ഫോർ IC എൻജിൻസ്. നമ്മുടെ അപ്പോൾ കണക്റ്റിംഗ് റോഡ് നോക്കി, ക്രാങ്ക് ഷാഫ്റ്റ് നോക്കി, പിന്നെ നമുക്ക് പിസ്റ്റൺ ഒന്ന് നോക്കണം. പിസ്റ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമായിരിക്കും റെസിപ്രോക്കേറ്റിംഗ് ഒരു പാർട്ടാണ്. അതിന് കമ്പസ്റ്റിംഗ് ചേമ്പറൊക്കെ ഉണ്ടാവും പിസ്റ്റൻ്റെ ടോപ്പിൽ. അപ്പോൾ ഇതൊരു ജനറൽ ടൈപ്പ് ട്രങ്ക് ടൈപ്പ് പിസ്റ്റൺ. പല ടൈപ്പ് പിസ്റ്റണുകളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയ ടോട്ടൽ ഡയ. ഇവിടെ തൊട്ട് ഇവിടെ ഉള്ളതാണ് ടോട്ടൽ ഡയ. ഇതാണ് നമ്മുടെ പിസ്റ്റൺ ഹെഡ് അല്ലെങ്കിൽ ക്രൗൺ എന്ന് പറയുന്ന ഭാഗം. ക്രൗണ് ഇത്രയും ഭാഗം എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ടോപ്പ് ലാൻഡാണ് ഇത്രയും ഭാഗം. ഈ ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ റിംഗ് സെക്ഷനാണ്. പിസ്റ്റൺ റിങ്ങുകളുണ്ട്, അതേ കംപ്രഷൻ റിങ്ങുണ്ട്, ഓയിൽ റിങ്ങുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ റിംഗ് സെക്ഷൻ. പിന്നെ ഇതിനകത്ത് വരുന്ന ഈ റിംഗ് സെക്ഷൻ്റെ ഈ ഭാഗം തൊട്ട് ഇവിടെ വരെയുള്ള ഭാഗത്തെ നമുക്ക് സ്കർട്ട് ലെങ്ത് എന്ന് പറയും. സ്കർട്ട് സെക്ഷനാണ്, സ്കർട്ട് സെക്ഷൻ എന്നാണ് അതിനറിയപ്പെടുന്നത്. ഇത് ഇത്രയാണ് ടോട്ടൽ പിസ്റ്റൺ ലെങ്ത്. അപ്പോൾ ഇത്രയൊക്കെ ജനറലായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. പിസ്റ്റണിൻ്റെ ഒരു സ്ട്രക്ചറാണ്. പിന്നെ അത് പിസ്റ്റൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ല. പിസ്റ്റൺ ഇസ് എ സിലിണ്ടറിക്കൽ ടൈപ്പ് ലൈക്ക് ഒബ്ജക്റ്റ് റെസിപ്രോക്കേറ്റിംഗ് ഇൻസൈഡ് എ സിലിണ്ടർ. അതായത് ഈ പിസ്റ്റൺ എന്ന് പറയുന്നത് സിലിണ്ടറിനുള്ളിൽ റെസിപ്രോക്കേറ്റിംഗ് മോഷൻ നടത്തിക്കൊണ്ടിരിക്കും. ഡ്യൂ ടു ദി ഗ്യാസ് പ്രഷർ ഇറ്റ് മൂവ്സ് ആൻഡ് ട്രാൻസ്മിറ്റ് ദി എനർജി ടു ദി ക്രാങ്ക് ഷാഫ്റ്റ് ത്രൂ കണക്ട് റോഡ്. അതായത് ഈ പിസ്റ്റൺ റെസിപ്രോക്കേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫ്യൂവലിൻ്റെയൊക്കെ ബേണിംഗ് പ്രോസസ്സ് കാരണം, കമ്പസ്റ്റിംഗ് പ്രോസസ്സൊക്കെ നടക്കുന്ന കാരണമാണ് പിസ്റ്റൺ കണ്ടിന്യൂസ് ആയിട്ട് ഇനർഷ്യ ഫോഴ്സ് കാരണവും പ്രഷർ ഫോഴ്സ് കാരണം അല്ലെങ്കിൽ കമ്പസ്റ്റിംഗ് ഫോഴ്സ് കാരണം ഇതിങ്ങനെ റെസിപ്രോക്കേറ്റിംഗ് ചെയ്തുകൊണ്ടിരിക്കും. ആ റെസിപ്രോക്കേറ്റിംഗ് ചെയ്യുന്ന എനർജി ക്രാങ്ക് ഷാഫ്റ്റിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് കണക്റ്റിംഗ് റോഡ് വഴിയാണ്. ദിസ് പിസ്റ്റൺ ഷുഡ് ഓൾസോ ഡിസിപ്പേറ്റ് ലാർജ് എമൗണ്ട് ഓഫ് ഹീറ്റ് ഫ്രം ദി കമ്പസ്റ്റിംഗ് ചേമ്പർ ടു ദി സിലിണ്ടർ. അതുകൂടാതെ തന്നെ ഈ പിസ്റ്റൺ എന്ന് പറയുന്നത് കമ്പസ്റ്റിംഗ് ചേമ്പറിലുണ്ടാകുന്ന ഹീറ്റിനെ സിലിണ്ടർ വാളിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യും. ട്രങ്ക് ടൈപ്പ് പിസ്റ്റൺ ആണ് ആ ഡയഗ്രത്തിൽ കാണിച്ചേക്കുന്നത്. ഹെഡ് ഉണ്ട്, ക്രൗൺ ഉണ്ട്, പിസ്റ്റൺ റിങ്സ് ഉണ്ട്, സ്കേർട്ട് ഉണ്ട്, പിസ്റ്റൺ പിന്നുണ്ട്. അതിന് വേറൊരു പേര് ഗഡ്ജിയൻ പിന്ന്. അത് ഉപയോഗിക്കുന്ന യൂസ് ടു കണക്ട് ദി പിസ്റ്റൺ ആൻഡ് കണക്റ്റിംഗ് റോഡ്. ദെൻ ഡിസൈൻ കൺസിഡറേഷൻ ഓഫ് പിസ്റ്റണിനകത്ത് എന്താണ്, ഇറ്റ് മസ്റ്റ് ഹാവ് റിക്വയർഡ് സ്ട്രെങ്ത് ടു വിസ്റ്റാൻഡ് കമ്പസ്റ്റിംഗ് ഗ്യാസ് പ്രഷർ ആൻഡ് ഇനർഷ്യ ഫോഴ്സ്. അതായത് ഇതിനകത്ത് ഹൈ കമ്പസ്റ്റിംഗ് പ്രഷറും ഇനർഷ്യ ഫോഴ്സൊക്കെ ഉണ്ടാകും. അതിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള മെറ്റീരിയലായിരിക്കണം. ഇറ്റ് മസ്റ്റ് ഹാവ് മിനിമം മാസ് ടു റെഡ്യൂസ് ദി ഇനർഷ്യ ഫോഴ്സ് കുറയ്ക്കാൻ, മിനിമം ആക്കാൻ വേണ്ടി ഇതിൻ്റെ വെയിറ്റ് കുറവായിരിക്കണം. ഇറ്റ് മസ്റ്റ് പ്രിവെൻറ്റ് ഗ്യാസ് ആൻഡ് ഓയിൽ. ഇതിനകത്ത് ഗ്യാസ് കംപ്രഷൻ നടക്കുന്നുണ്ട്, ഓയിലൊക്കെ ഇതിനകത്ത് പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ പ്രിവെൻറ്റ് ചെയ്യുന്നതായിരിക്കും. ഗ്യാസിനും ഓയിലിനെയും ലീക്കേജ് പ്രിവെൻറ്റ് ചെയ്യണം. ഇറ്റ് മസ്റ്റ് ഹാവ് സഫിഷ്യൻറ്റ് ബെയറിംഗ് ഏരിയ ടു പ്രിവെൻറ്റ് അൺഡിവെയർ. ഇതിൻ്റെ സഫിഷ്യൻറ്റ് ബെയറിംഗ് ഏരിയ ഉണ്ടായിരിക്കണം. ഇറ്റ് മസ്റ്റ് ഡിസിപ്പേറ്റ് ഹീറ്റ് കമ്പസ്റ്റിംഗ് ക്വിക്ക്ലി. അത് പെട്ടെന്ന് ഇതിനകത്തുണ്ടാകുന്ന ഹീറ്റ് ഡിസിപ്പേറ്റ് ചെയ്ത് സിലിണ്ടർ വാളിലേക്ക് ഡിസിപ്പേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. ഇറ്റ് മസ്റ്റ് വർക്ക് വിത്തൗട്ട് സൗണ്ട് കുറഞ്ഞിരിക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അത് നോക്കുക. പിന്നെ മെറ്റീരിയൽസ് ഫോർ പിസ്റ്റൺ. കാസ്റ്റ് അയൺ ഉപയോഗിക്കാം, കാസ്റ്റ് അലൂമിനിയം, ഫോർജ്ഡ് അലൂമിനിയം, കാസ്റ്റ് സ്റ്റീൽ, ഫോർജ്ഡ് സ്റ്റീൽ ആർ കോമൺലി യൂസ്ഡ് മെറ്റീരിയൽസാണ്. അപ്പോൾ അതിൻ്റെ മെറ്റീരിയൽസൊക്കെ ഒന്ന് നോക്കുക. പിന്നെ ബാക്കിയൊക്കെ തിയറി പോർഷൻസാണ്. പിന്നെ നമുക്കിനി അടുത്ത ഇത് ഈ മൊഡ്യൂൾ 6 ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രഷർ വെസൽസ്. പ്രഷർ വെസൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അത് തിൻ വാൾഡ് പ്രഷർ വെസലാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. അപ്പോൾ ഈ പ്രഷർ വെസൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്ക് നോർമലി ഈ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഗ്യാസുകളൊക്കെ നിറച്ച് വെക്കാൻ ഉപയോഗിക്കുന്ന ഒരു സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ള വെസലിനെയാണ് നമ്മൾ പ്രഷർ വെസൽ എന്ന് പറയും. ഇപ്പോൾ ഇതൊരു സിലിണ്ടറിക്കൽ ഷേപ്പ്ഡ് പ്രഷർ വെസലാണ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ലിക്വിഡ് നിറച്ച് വെക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫ്ലൂയിഡ് അല്ലെങ്കിൽ എയറോ ഗ്യാസോ ഒക്കെ നിറച്ച് കണ്ടെയ്നറിൽ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. അതാണ് ഈ പ്രഷർ വെസൽ എന്ന് വയ്ക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഫ്ലൂയിഡ് നിറച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ സിലിണ്ടർ, ഇതെല്ലാം സിലിണ്ടർ വാളുകളാണ്, ഇതിനകത്തെല്ലാം ഇപ്പോൾ ഇങ്ങോട്ടെല്ലാം പ്രഷർ എക്സേർട്ട് ചെയ്യും. അപ്പോൾ ഈ ഫ്ലൂയിഡ് ഇങ്ങോട്ട് പ്രഷർ എക്സേർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്, ഈ ഇങ്ങോട്ട് എക്സേർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനകത്ത് എല്ലാം പ്രഷർ എക്സേർട്ട് ചെയ്യുന്നു. അപ്പോൾ അതാണ് ഇതിനകത്ത് മെയിനായിട്ട് പ്രഷർ വെസൽ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു നമുക്ക് ഈ പ്രഷർ മുകളിലോട്ട് എക്സേർട്ട് ചെയ്യുമ്പം അതിന് എതിരെ നമുക്കൊരു റിയാക്ഷൻ ഉണ്ടാവാറുണ്ട്. ആ റിയാക്ഷൻസൊക്കെ സ്ട്രെസ്സായിട്ടാണ് നമുക്ക് സ്ട്രെസ്സുകൾ ഉണ്ടാകാറുണ്ട്. അതിനുള്ള ഓപ്പോസിറ്റ് സ്ട്രെസ് ഉണ്ടാകും. അപ്പോൾ ഇതിനകത്ത് ഈ സിഗ്മ 1 എന്ന് പറയുന്നത് ഈ പ്രഷർ മുകളിലേക്ക് ചെയ്യുമ്പോൾ അവിടെ നിന്ന് താഴോട്ടൊരു പ്രഷർ ഉണ്ടാവും, ഇവിടെ താഴോട്ടൊരു പ്രഷർ കൊടുക്കും, മുകളിലേക്കൊരു സ്ട്രെസ് ഉണ്ടാവും. അതാണ് സിഗ്മ 1. പിന്നെ ഈ പ്രഷർ ഇതിനകത്തോട്ട് സിലിണ്ടറിൻ്റെ ഉള്ളിലേക്ക് ലോഞ്ചിറ്റ്യൂഡൽ ഡയറക്ഷനിൽ നമ്മൾ പ്രഷർ ഇൻസേർട്ട് ആവുന്നുണ്ട്. അപ്പോൾ അതിന് ഓപ്പോസിറ്റായിട്ട് വരുന്ന പ്രഷറാണ് ഈ സിഗ്മ 2. ഇത് ലോഞ്ചിറ്റ്യൂഡിലുള്ള സ്ട്രെസ്, ഇത് നമ്മുടെ ഇത് അപ്പോൾ ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ്സാണ്. അപ്പോൾ ഇതിനകത്ത് 2 ടൈപ്പ് പ്രഷർ വെസലുകൾ നമ്മൾ ഉപയോഗിക്കാം. സിലിണ്ടറിക്കൽ പ്രഷർ വെസൽ ഉപയോഗിക്കാം, സ്പെറിക്കൽ പ്രഷർ വെസലും ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നമ്മളൊരു വെസൽ കൺസിഡർ ചെയ്യാണ്. കൺസിഡർ എ സിലിണ്ടറിക്കൽ വെസൽ ഓഫ് ഇൻസൈഡ് റേഡിയസ്. ഇതിൻ്റെ റേഡിയസ് 6 ആണ്, അതിന് വാൾ തിക്നെസ് T ആണ്. കണ്ടെയ്ൻ എ ഫ്ലൂയിഡ് അണ്ടർ പ്രഷർ P. അപ്പോൾ ഇതിനകത്ത് ഈ പ്രഷറുകൾ സിഗ്മ 1ഉം നോർമൽ സ്ട്രെസ് എന്നാണ് അതിനെ പറയുക, സിഗ്മ 1 ആൻഡ് സിഗ്മ 2. അതിനെ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് പറയാം. ഈ സിഗ്മ 1നെ നമുക്ക് ഹൂപ്പ് സ്ട്രെസ് എന്നാണ് പറയുന്നത്, ഹൂപ്പ് സ്ട്രെസ്. ആൻഡ് സ്ട്രെസ് സിഗ്മ 2 ഈസ് കോൾഡ്, സിഗ്മ 2നെ നമുക്ക് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെസ് എന്നും പറയും. അപ്പോൾ ഇതിൻ്റെ ആക്സിസ് ഒക്കെ ഉണ്ട്. ഇതാണ് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്. അപ്പോൾ ഇതാണ് പ്രഷർ വെസൽ എന്ന് പറയുന്നത്. ലോഹിന് ഹൂപ്പ് സ്ട്രെസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ആ സെക്ഷൻ്റെ ആ സിലിണ്ടറിൻ്റെ ഒരു സെക്ഷൻ എടുത്ത് വെച്ചിട്ട് അതിനകത്ത് പ്രഷർ അകത്തോട്ട് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ അതിന് റിയാക്ഷനാണ് തിരിച്ചു വരുന്നത്, അതാണ് നമ്മുടെ സ്ട്രെസ്സുകൾ. അപ്പോൾ അതിനെ വെച്ചുള്ള ഇക്വേഷൻസ്, അതിൻ്റെ തിക്നെസ് 6, അതിൻ്റെ ആക്സിസ് ഒക്കെയാണ് കാണിച്ചേക്കുന്നത്. പിന്നെ നമുക്ക് ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ് കൺസിഡർ ചെയ്യുന്നത് അതേ സിലിണ്ടറിൽ തന്നെ ഒരു സെക്ഷൻ കട്ട് ചെയ്തെടുക്കുക, ക്രോസ് സെക്ഷൻ എടുക്കുന്നു. അപ്പോൾ ഇവിടെ അകത്തേക്കുള്ള പ്രഷർ എക്സേർട്ട് ചെയ്യുന്നു, അതിന് ഓപ്പോസിറ്റുള്ള സ്ട്രെസ്സാണ് ഈ കാണിച്ചേക്കുന്നത്. അപ്പോൾ അതാണ് ലോഞ്ചിറ്റ്യൂഡൽ സ്ട്രെസ്. അതിൻ്റെ ഒരു ഇക്വേഷൻസ് ഒക്കെ കണ്ടുപിടിക്കാനുള്ളതാണ് എഴുതിയേക്കുന്നത്, അത് നിങ്ങൾ നോക്കണം. പിന്നെ നമുക്ക് അത് തിൻ സിലിണ്ടർ ആയിരുന്നു. അപ്പോൾ ഇവിടെ അടുത്ത നമുക്ക് നോക്കാനുള്ളത് തിക്ക് സിലിണ്ടർ. തിക്ക് സിലിണ്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോ ഓഫ് ഇന്നർ ഡയമീറ്റർ ഓഫ് ദി സിലിണ്ടർ ടു ദി വാൾ തിക്നെസ് ലെസ് ദാൻ 15. അതായത് ഇതാണ് നമ്മുടെ ഇന്നർ ഡയമീറ്റർ, ഇത് ഇന്നർ ഡയമീറ്റർ ബൈ തിക്നെസ്, ഇതാണ് നമ്മുടെ തിക്നെസ്. ഇന്നർ ഡയമീറ്റർ ബൈ തിക്നെസ് 15-ൽ താഴെയാണെങ്കിൽ അത് തിക്ക് സിലിണ്ടറാണ്, 15 മുകളിലുള്ളതാണെങ്കിൽ തിൻ സിലിണ്ടർ. അതാണ് നമ്മൾ മുൻപ് നോക്കിയത്. അപ്പോൾ അതാണ് അതിൻ്റെ നോക്കുക. തിക്ക് സിലിണ്ടറിനകത്ത് സ്ട്രെസ്സുകൾ ഉണ്ടാവുന്നുണ്ട്, അതൊക്കെ വായിച്ച് നോക്കണം. അതിനകത്ത് 2 തിയറങ്ങൾ വരുന്നുണ്ട്, ലാമേസ് തിയറം വരുന്നുണ്ട്. പിന്നെ ആ ലാമേസ് തിയറം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസൊക്കെ ചെറിയൊരു ഡെറിവേഷൻ പോലെ ഉണ്ട്, അത് നോക്കുക. പിന്നീട് ഇതിനകത്ത് ഇത്തരം കാര്യങ്ങളാണ്. പിന്നെ ഡിസൈൻ ഓഫ് സിലിണ്ടർ ബേസ്ഡ് ഓൺ ലാമേസ് ഇക്വേഷൻ, അതൊക്കെ നമ്മൾ പ്രോബ്ലം വരുമ്പോൾ നോക്കുന്നുണ്ട്. പിന്നെ ഡിസൈൻ ഓഫ് സിലിണ്ടർ ബേസ്ഡ് ഓൺ ക്ലാവെർനോസ് ആൻഡ് ബേൺസ് ഇക്വേഷൻ, ഇതെല്ലാം നമ്മുടെ പ്രോബ്ലത്തിനകത്താണ്, നമുക്കത് നോക്കാം. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ചെറിയൊരു ടോപ്പിക് കൂടെ ഉണ്ട്, അതുകൂടെ നോക്കാം. ഓട്ടോ ഫ്രിറ്റേജ് എന്ന് പറയുന്ന ഒരു ചെറിയ ടോപ്പിക് ഉണ്ട്. ഓട്ടോ ഫ്രിറ്റേജ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് എ പ്രോസസ് ഓഫ് പ്രീ സ്ട്രെസ്സിങ് ദി സിലിണ്ടർ ബിഫോർ യൂസിങ് ഇറ്റ് ഇൻ സർവീസ്. അതായത് നമ്മളൊരു സിലിണ്ടർ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് അതിനകത്ത് പ്രീ സ്ട്രെസ്സിങ് നടത്തുന്നു.
സർവീസ് ചെയ്യുന്നത് ഇതിൻ്റെ ആ ഉപയോഗം തുടങ്ങുന്നതിന് മുമ്പ് അതിനെ പ്രീ സ്ട്രെസ്സിങ് നടത്തുന്നതിനാണ് ഓട്ടോ ഫ്രെറ്റേജ്. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഹൈ പ്രഷർ സിലിണ്ടർ ആൻഡ് ഗൺ ബാരൽസ്. ഗൺ ബാരൽസ് ഹൈ പ്രഷർ സിലിണ്ടറിലൊക്കെ ഉപയോഗിക്കുന്നതിനകത്താണ് പ്രീ സ്ട്രെസ്സിങ് ഉപയോഗിക്കുന്നത്. അതിനെ പറയുന്ന പേരാണ് ഓട്ടോ ഫ്രെറ്റേജ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ടും നമ്മുടെ 6ാമത്തെ മോഡ്യൂളിൻ്റെ തിയറിക്കകത്ത് വരുന്നത്. നമുക്ക് അതിന് ശേഷം നമുക്ക് പ്രോബ്ലം നോക്കാം.